വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇത് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ നല്ല ഈസി ആയിട്ടും ഭംഗിയായിട്ടും അതുപോലെ തന്നെ തീരെ സ്ഥലമൊന്നും യൂസ് ചെയ്യാണ്ട് എങ്ങനെ മടക്കി വെക്കാമെന്നുള്ള കുറച്ച് ട്രിക്സ് ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എത്ര അടുക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വേഗം കുളമായി പോവുകയും ചെയ്യും. അതുപോലെ ചെറിയ ചെറിയ ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കുറച്ച് ട്രിക്സൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ സ്ഥലത്തിനുള്ളിൽ നല്ല ഭംഗിയായിട്ട് അടുക്കി വെക്കാനും പറ്റും, വേഗം തന്നെ നമുക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ടർക്കിയൊക്കെ എങ്ങനെ മടക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഈ താഴത്തെ പീസ് ജസ്റ്റ് ഒന്ന് മേലോട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് അകത്തോട്ട് ഫോൾഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ താഴത്തായിട്ട് ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും ഇടയ്ക്കായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടർക്കിയൊക്കെ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ വെക്കാനല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ റാപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊന്നും ആവില്ല. നമുക്കതുപോലെ വേഗം തന്നെ ബാഗിലൊക്കെ ആണെങ്കിൽ വേഗം തന്നെ എടുക്കാനും പറ്റും. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കർച്ചീഫ് മടക്കണ കാണിച്ചു തരാം. അതൊന്നുമില്ല, നമ്മൾ ആ ടർക്കി മടക്കിയ പോലെ തന്നെയാണ് അത് മടക്കണത്. സെയിം അതേപോലെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ അകത്തോട്ട് മടക്കുക, മേലെ നിന്ന് താഴത്തോട്ട് ഫോൾഡ് ചെയ്യുക, അടിയിലത്തെ പീസ് എടുത്ത് കവർ ചെയ്യുക. സോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ടവൽസ് ഒന്നും അങ്ങനെ മിസ്സാവാണ്ട് നല്ല ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ അടുത്തായിട്ട് ഞാൻ കാണിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ നൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ പാൻറ്റും ടോപ്പൊക്കെ സെറ്റായിട്ട് വരുന്ന ഡ്രസ്സുകൾ. അപ്പോൾ നമുക്കത് രണ്ടും മിസ്സാവാണ്ട് ഒന്നിച്ച് എങ്ങനെ ടൈ ചെയ്ത് വെക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ആ ടോപ്പ് ഇങ്ങനെ അകത്തോട്ട് മടക്കിയിട്ട് ജസ്റ്റ് മേലോട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ തള്ളി വെക്കുക. ഇനിയിപ്പോൾ നമുക്കത് ആ പാൻറ്റിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ആദ്യം തന്നെ പാൻറ്റ് ഇങ്ങനെ പകുതി മടക്കുക, എന്നിട്ട് അതിലോട്ട് ഈ ടോപ്പ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക് വരുന്ന ഭാഗത്തോട്ട് അതങ്ങനെ തള്ളി വെക്കുക. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മൾ എത്ര ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടാലും നമുക്കത് ഒന്നിച്ച് തന്നെ എടുക്കാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് എപ്പോഴും ഒരെണ്ണം മിസ്സാവുന്ന സംഭവമാണ് കുട്ടികളുടെ സോക്സ്. അപ്പോൾ ഇത് നമുക്കിനി മിസ്സാവാണ്ടിരിക്കാനായിട്ട് ഒരു സോക്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തിട്ട് അടുത്ത സോക്സിൽ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് ആ ഒരു ഇലാസ്റ്റിക്കുള്ള ഭാഗത്തോട്ട് തള്ളി വെച്ച് കൊടുക്കാം. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതൊരു ബോൾ പോലെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം മിസ്സായി പോവില്ല. ഇനി അടുത്തായിട്ട് കുട്ടികളുടെ ജീൻസ് എങ്ങനെ ഫോൾഡ് ചെയ്യുന്നതാണ്. നല്ല ഈസിയാണ്. താഴത്ത് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അത് ആ ഉള്ളിലോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങനെ തീരെ അനങ്ങാണ്ടിരുന്നോളും. നമ്മൾ വേറെ ഏതൊക്കെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാലും അതിനൊന്നും സംഭവിക്കില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി അടുത്തായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞ് സ്കേർട്ടും ടോപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ നല്ല ഭംഗിയായിട്ട് മടക്കി വെക്കാമെന്നാണ് കാണിക്കണേ. അതിന് തന്നെ ഞാൻ ആ ടോപ്പ് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സ്കേർട്ട് ആ ടോപ്പിൻ്റെ മേലോട്ട് ജസ്റ്റ് ഒന്ന് വെക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. കണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടിയിലോട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിൽ പിടിച്ചിട്ട് ഒന്ന് മേലോട്ട് റോൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതങ്ങനെ ഒരു പൗച്ച് പോലെ നല്ല ഭംഗിയായിട്ടിരുന്നോളും. അതിനുള്ളിൽ ഒരു സ്കേർട്ട് ഉണ്ടെന്ന് പോലും അറിയില്ല, അത്രയും നീറ്റായിട്ടിരുന്നോളും അത്. ഇനിയിപ്പോൾ നമുക്ക് കുട്ടികളുടെ ട്രൗസേഴ്സ് എങ്ങനെ മടക്കാമെന്ന് കാണിക്കണേ. അത് നമ്മൾ ജസ്റ്റ് താഴത്തുനിന്നും മേളിൽ നിന്നും ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഇടയിലുള്ള ഒരു പീസിൻ്റെ ഇടയിലോട്ട് കയറ്റി തള്ളിക്കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇതൊക്കെ നമ്മളെല്ലാം സെയിം തന്നെ ആട്ടോ, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുട്ടികളുടെ റോംബേഴ്സ് എങ്ങനെ മടക്കാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ റോംബേഴ്സിൻ്റെ കാലും കൈയും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നല്ലോണം മടക്കി വയ്ക്കുക. ഇനി അത് ജസ്റ്റ് താഴത്തുനിന്ന് മേലോട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, ആ ക്യാപ്പിൻ്റെ ഇടയിലോട്ട് അങ്ങോട്ട് തള്ളിക്കൊടുക്കാം. ഇത്രയും ചെയ്താൽ മതി, അതങ്ങനെ ഇരുന്നോളും. സോ നമുക്കിങ്ങനെ സൂക്ഷിച്ചാൽ കുറച്ച് സ്ഥലം മാത്രം മതി, നമുക്ക് വേഗം എടുക്കാനും പറ്റും.
ഇനി അടുത്തായിട്ട് കാണിക്കണേ കുട്ടികളുടെ സ്റ്റോക്കിങ്സ് എങ്ങനെ മടക്കാം എന്നാണ്. അപ്പോൾ അത് ആ മേൽഭാഗത്തുണ്ടല്ലോ, മേൽഭാഗത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പകുതിയിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഇടയിലുള്ള പീസ് എടുത്തിട്ട് ഇതിനൊന്ന് കവർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതും നല്ല ഭംഗിയായിട്ട് നല്ല നീറ്റായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ കുട്ടികളുടെ പാൻസ് എങ്ങനെ മടക്കാൻ നോക്കാം. അതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു സൈഡിലോട്ട് മടക്കിയിട്ട് മേലെ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് റോൾ ചെയ്യാം. റോൾ ചെയ്ത് കഴിയുമ്പോൾ ദാ ഇങ്ങനെ നമ്മൾ കൈ ഉള്ളിലോട്ട് ഇട്ടിട്ട് അകത്തുനിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പുറത്തോട്ട് മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയാണ്. ഇനിയിപ്പോൾ നമുക്ക് കുട്ടികളുടെ ടീഷർട്ട്സ് എങ്ങനെ മടക്കാം നോക്കാം. അത് നമ്മൾ ടവലൊക്കെ മടക്കിയ പോലെ തന്നെ അടിയിലോട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ അകത്തോട്ടായിട്ട് മടക്കുക. ഇനി ആ മേളിൽ നിന്ന് താഴത്തോട്ടൊന്ന് റോൾ ചെയ്യുക. എന്നിട്ട് ആ താഴത്തെ പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.